എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹാപ്പി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും നമ്മളുടെ ഒരു കൊട്ട കാശ് പോയ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പ്രോഡക്ട്സ് ഐ റിഗ്രറ്റ് ബൈയിങ്. എൻ്റെ കാശ് ഞാൻ ഈ പ്രോഡക്ട്സ് വാങ്ങിച്ച് കളഞ്ഞു, പക്ഷേ നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് നാളായിട്ട് വാങ്ങിയിട്ട് അട്ടർ വേസ്റ്റ് ആയിപ്പോയി, എൻ്റെ കാശ് അങ്ങനെ വേസ്റ്റ് ആയിപ്പോയി എന്ന് തോന്നത്തില്ലേ, അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അറ്റ്ലീസ്റ്റ് എനിക്കിതൊക്കെ ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് എൻ്റെ വിഷമം തീർക്കണ്ടേ, ഇതൊന്നും നിങ്ങൾ വാങ്ങല്ലേ അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഒബ്വിയസ്ലി എനിക്കൊന്ന് നമ്മൾ നല്ല പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഐ തിങ്ക് വി ഷുഡ് ഓൾസോ സേ ഈ പ്രൊഡക്ട്സ് കൊള്ളത്തില്ല, യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ദസ്, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കരുത് എന്ന് പറയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൗച്ച് നിറച്ച് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് റിഗ്രറ്റ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. കൊട്ടക്കണക്കിന് പ്രൊഡക്ട്സിൽ ഐ തിങ്ക് ഒരു 14-15 പ്രൊഡക്ട്സ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാൻ ചറപറാന്ന് പെട്ടെന്ന് സംസാരിക്കാം. ഫസ്റ്റ് വൺ, എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് എൽഫിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് ഫ്ലോലെസ് സാറ്റിൻ ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. സാറ്റിൻ ഫിനിഷ് ആണ് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിൽ തരേണ്ടത്. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ നിന്നെ വിചാരിച്ചല്ലേ ഇല്ല, നമ്മുടെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനുണ്ട് നമ്മുടെ വീഡിയോഗ്രാഫർ ഉണ്ടോ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും നോക്കണേ ചേച്ചി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് ഫൗണ്ടേഷൻ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നിൻ്റെ ഒരു ബെറ്റർ ഫോം അതാണ്, അല്ലെങ്കിൽ ബെറ്റർ വേർഷൻ ഓഫ് ആ സ്കിൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മളുടെ പൊതുവെ ആണുങ്ങൾക്കൊക്കെ ഉള്ള സൂക്കേട്ടാണ് പുട്ടിയടിച്ചു മേക്കപ്പ് ഇട്ടു എന്നൊക്കെ പറയുന്ന പരിപാടി. പക്ഷേ അങ്ങനെയല്ല, അതായത് നമ്മൾ റോങ് കളർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫൗണ്ടേഷൻ അല്ലാത്തത് കൊണ്ടാണ് ഈ പുട്ടിയടിച്ച ഫീൽ അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട ഫീൽ നമുക്ക് വരുന്നത്. ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബേസ് പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബെറ്റർ ഫോം അങ്ങനെയാണ് നമുക്ക് തോന്നേണ്ടത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സാറ്റിൻ ഫിനിഷ് തരേണ്ട ഒരു ഫൗണ്ടേഷനാണ്. ബട്ട് പുട്ടീൻ്റെ അങ്ങറ്റം ഒരു പാച്ചി പുട്ടി ഫീലിംഗ് ആണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ആവുന്നില്ല, ആ ഒരു സാറ്റിൻ ഫിനിഷ് കിട്ടുന്നില്ല. എനിക്കതിൻ്റെ ഫിനിഷേ ഇഷ്ടപ്പെട്ടില്ല ഈ ഫൗണ്ടേഷൻ. സോ ഐ റിഗ്രറ്റ് ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചതിന്. എനിക്കൊരു ഫൗണ്ടേഷൻ എൻ്റെ കുറച്ചധികം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നിക്സിൻ്റെ ബെയർ വിത്ത് മീ ബ്ലർ ടിൻറ്റഡ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഐക്കേൻ്റെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവരുടെ നിക്സിൻ്റെ ബേസ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഐ എം എ ബിഗ് ഫാൻ ഓഫ് ബോൺസ്റ്റോപ്പ് ഫൗണ്ടേഷൻ. എനിക്ക് അറിയാം എനിക്ക് എത്ര ഞാൻ ഒബ്സസ്ഡ് ആണ് ആ ഫൗണ്ടേഷനോട്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഈ ഒരു സ്കിൻ അല്ലെങ്കിൽ ടിൻറ്റഡ് ഫൗണ്ടേഷൻ വാങ്ങിച്ചത്, ബ്ലർ എന്ന് പറഞ്ഞൊരു സംഭവം. പക്ഷേ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മീഡിയം ആണ് എൻ്റെ ഷെയ്ഡ്. ഇതൊരു ഒരു പൗഡറി ഫീലാണ്. എനിക്ക് അങ്ങോട്ട് ഒരു നാച്ചുറൽ ഒരു നല്ലൊരു ഫിനിഷ് കിട്ടാത്ത മാതിരി എനിക്ക് തോന്നി. പിന്നെ എന്താ റേറ്റ് ഉണ്ട്, 999 899 എന്താ റേറ്റ് ഉണ്ട് ഇതിന്. ഇതെന്താ ഞാൻ പല പ്രാവശ്യം ഈ പ്രൊഡക്റ്റ് എന്നിട്ട് ഇട്ട് നോക്കിയിട്ട് നമ്മളിത് ബ്ലെൻഡ് ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലെൻഡിങ് ഒരു ഫിനിഷ് കിട്ടുന്നില്ല. ഒരു പൗഡറി പാച്ചി കൈൻഡ് ഓഫ് ഒരു ഫീൽ. നമ്മുടെ ഈ എസ്പെഷ്യലി നമുക്ക് ടെക്സ്ചേഴ്സ് ഉണ്ടെങ്കിൽ ടെക്സ്ചർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന മാതിരിയൊക്കെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് തോന്നിയത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ടിൻറ്റ്. ഇത് പറഞ്ഞു വരുവാണെങ്കിൽ ഇറ്റ്സ് എ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ എന്ന് തന്നെ പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അതൊരു ടിൻറ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തേയില്ല. അപ്പോൾ കൈൻഡ് ഓഫ് ഞാനിത് റിഗ്രറ്റ് ചെയ്യുകയാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉള്ള ഒരു ബ്രാൻഡ് വന്നിട്ട് കളർ കെമിസ്ട്രി, ജ്യൂസി കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ഹെയർ കെയർ ബ്രാൻഡിൻ്റെ മേക്കപ്പ് ലൈനാണ് കളർ കെമിസ്ട്രി. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചപ്പോഴത്തേക്കും. ഇത് ഞാൻ വാങ്ങിയ ആ സമയത്ത് തന്നെ ഞാൻ ഷോർട്സിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പല തവണ ഞാനിത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ്സ് നോട്ട് ബ്ലെൻഡിങ്. അതായത് ഫസ്റ്റ് ബ്രഷിൻ്റെ സ്ട്രോക്സ് വരുന്നുണ്ട് നല്ലോണം. അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതും പ്രൊഡക്റ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് സപ്പോസ് ടു സെറ്റിൽ നമ്മുടെ സ്കിന്നിലേക്ക് സെറ്റിൽ ആവണം. പക്ഷേ ഈ സാധനം ഒട്ടും ലൂമിനസ് നാച്ചുറൽ ഫിനിഷ് ആണ് പറയുന്നതെങ്കിലും ഇത് നമ്മുടെ സ്കിന്നിൽ സെറ്റിൽ ആവണേ ഇല്ല. ഇപ്പം നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, വല്ലാണ്ട് മൂവ് ചെയ്യുന്നുണ്ട്, ബ്രഷ് സ്ട്രോക്സ് വരുന്നുണ്ട്, പാച്ചി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് റെക്കമെൻഡ്. ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം റേറ്റും ഒക്കെ ഉണ്ട് ഇതിന്. ആക്ച്വലി ഇന്ന് നല്ല കളർ ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, 20 ഷെയ്ഡ്സ് അങ്ങനെ എന്താണ് ഉണ്ട്. ബട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ ഇത്. ഐ ഹൈലി റിഗ്രറ്റ് ദിസ് വൺ. അതുപോലെ തന്നെ വേറൊരു ഫൗണ്ടേഷനാണ് കഫ്സ് ആൻഡ് ലാഷസിൻ്റെ ക്യാപ്സ്യൂൾ ഫൗണ്ടേഷൻ. ഇത് ഞാൻ കുറേ നാളിങ്ങനെ നോട്ടിട്ട് അങ്ങനെ പേർപ്പിൾ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. ഇത് തന്നെ സെറ്റിൽ ആവണില്ല, നമ്മുടെ സ്കിന്നിലേക്ക് സെറ്റിൽ ആവുന്നില്ല. പല തവണ ഞാൻ ബ്ലെൻഡ് ചെയ്തു, സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ആവണില്ല. മേ ബി എനിക്ക് തോന്നുന്നു
ഭയങ്കര ക്ലിയർ ഗ്ലാസ് സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് വേണമെങ്കിൽ ചിലപ്പോൾ വർക്ക് ആവുന്നല്ലാണ്ട് ഇഫ് യു ഹാവ് ടെക്സ്ചേർഡ് സ്കിൻ അല്ലെങ്കിൽ പോസ് സ്കാർസോ പിമ്പിൾസോ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ് ലൈക്ക് എനിത്തിങ്. അത് ഒരു 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 ഫിനിഷ് ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നം. ഫൗണ്ടേഷൻ ഒരു ഫിനിഷ് ഇല്ല, സെറ്റിൽ ആവുന്നില്ല, സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. സെയിം വേ ഐ തിങ്ക് എർത്ത് റിതത്തിൻ്റെ ഫൗണ്ടേഷൻ, മാറ്റ് സെറ്റ് ആൻഡ് ഗോ ഫൗണ്ടേഷൻ എനിക്ക് അങ്ങനെ തൃപ്തികരമായില്ല. ഇതും എർത്ത് റിതം ഐ ലവ് അവരുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സും ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ ജസ്റ്റ് ലവ് ദ ബ്രാൻഡ്. അവരുടെ സ്കിൻ കെയറിൻ്റെ ഹെയർ കെയറിൻ്റെ ഒക്കെ മണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ്. പക്ഷേ മേക്കപ്പ് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഐ ഹാഡ് എക്സ്പെക്ടേഷൻ ബട്ട് ദിസ് ഇസ് കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റഡ് മീ. എനിക്ക് ഇതിൻ്റെ ഒരു ഫിനിഷും ഫീലും സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഐ റിഗ്രറ്റ് ദിസ് വൺ ഓൾസോ. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് കുറച്ച് 1-2 ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സിനെ പറ്റി. ഫസ്റ്റ് വന്നിട്ട് ലോട്ടയിൽ ഉണ്ടെന്നാണ് ബ്രാൻഡ്. ഇത് ആക്ച്വലി നമ്മളുടെ കുറേ ഇൻ്റർനാഷണൽ മേക്കപ്പ് പ്രൊഡക്ട്സ് കിട്ടുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സിൻ്റെ അകത്ത് ഭയങ്കര വൈറലായിരുന്നു. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നു, ഫ്ലാഷ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി പുറത്ത് പോകുമ്പോൾ കോൺസേർട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡിസ്കോ ബോൾ പോലെ ആകും എന്നാണ് അവർ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, ഗ്ലിറ്റേഴ്സ് ആണ് കേട്ടോ, മൈന്യൂട്ട് ഗ്ലിറ്റേഴ്സ് ആണ്. ഷിമ്മറിൻ്റെ കാറ്റഗറിയിൽ കൂട്ടാനും പറ്റത്തില്ല. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഒന്ന് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് പിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ ബാക്കിയുള്ള ഹൈലൈറ്റേഴ്സൊക്കെ നമ്മൾ കയ്യിലാണെങ്കിലും ബ്രഷസിലാണെങ്കിലും എടുക്കുമ്പോൾ പെട്ടെന്ന് അത് പിക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ എന്താ ഞാൻ പറയുക, ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അതായത് നമ്മൾ നോർമൽ എന്താ പറയുക, ഹൈലൈറ്റർ നമ്മൾ സ്വാച്ച് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് കയ്യിലേക്ക് ഇതാകും, ബ്രഷിലേക്ക് വരും. ആൻഡ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഡാബ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഈ കുന്തം എത്ര തേച്ചാലും ഇത് വരില്ല കയ്യിലേക്ക്, കണ്ട ഭയങ്കരമായിട്ട് ഉരച്ചാൽ മാത്രമേ ഇത് വരുള്ളൂ. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത് 2 മണിക്കൂറിൽ കൂടുതൽ ഈ സാധനം നമ്മുടെ സ്കിന്നിൽ സ്റ്റേ ചെയ്യില്ല. ഇത് എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. വാനിഷാണ്, അതായത് സ്കിന്നിൽ ഒന്നും ഇല്ലാത്ത പോലെ വാനിഷ് ആവും പോവാണ്. 2400 രൂപ കൊടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച സാധനമാണത്. അതായത് ഞാൻ അവരുടെ വീഡിയോസ് കണ്ട് മയങ്ങി പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ സാധനം വാങ്ങിച്ചത്. പക്ഷേ ഭയങ്കര കച്ചറായിരുന്നു. ഈ ഒരു പർച്ചേസോടെ ഐ തിങ്ക് ഞാൻ ഇന്റർനാഷണൽ സ്റ്റോഴ്സിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങാൻ നിർത്തിയിട്ട്. ബിക്കോസ് എനിക്ക് സംശയമുണ്ട് അതൊക്കെ ഒത്തൻറ്റിക് ആണോ എന്ന് വെച്ചാൽ. അവർ ഒത്തൻറ്റിക് പ്രൊഡക്ട്സ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. സെയിം സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ച വേറൊരു പ്രൊഡക്റ്റാണ് ലോറിയലിൻ്റെ ടെലിസ്കോപ്പിക് ലിഫ്റ്റ് മസ്കാര. ടെലിസ്കോപ്പിക് ലിഫ്റ്റ് മസ്കാര ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ റിവ്യൂസ് കണ്ടാൽ നമ്മൾ തലകുത്തി വീഴുമെന്ന് പറയില്ല. അപ്പം അങ്ങനെ ഞാൻ തലകുത്തി വീണാൽ ഞാനാണത്. എനിക്കൊണ്ട് ഇതും 1800 അങ്ങനെ എന്തോ റേറ്റ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ക്ലംപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലംപിൻ്റെ അങ്ങ് അറ്റാണ് ഈ സാധനം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇതിൻ്റെ ബോണ്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നോട്ട് അറ്റ് ഓൾ ഇംപ്രസീവിൻ്റെ ഒട്ടും ബോണ്ട് ഭയങ്കര മോശമാണ്. നമ്മൾ ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർ വെബാണ്, മനസ്സിലായ? ഭയങ്കര ക്ലംപിയാണ്, ഭയങ്കര ലൈക്ക് നമുക്ക് ആ ഒരു ലെങ്തനിങ്ങും വോളിയൂമനൈസിങ്ങും ആ ഒരു ഫീലിങ്ങും ആൻഡ് ഓൾസോ നല്ല സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലാഷ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് ടു ക്ലംപി. എൻ്റെ കാശ് പോയി. അതായത് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ വാങ്ങിച്ചത്, വാങ്ങരുത്. അതോടെ ഞാൻ ആ ഇന്റർനാഷണൽ സ്റ്റോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പരിപാടി അതോടെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത്രയും എൻ്റെ കാശ് അറൗണ്ട് 4000 രൂപ എന്താണ് ഞാൻ ആയത് ഈ 2 പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അത് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ തന്നെ സെഫോറയിൽ നമ്മളുടെ കൈലി കോസ്മെറ്റിക്സ് ലോഞ്ച് ആയ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് കൈലാഷ് മസ്കാര. ഷോർട്സ് ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കൈലി കോസ്മെറ്റിക്സ് സെഫോറയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഹോർഡിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഫിനിക്സ് മോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങാം. പക്ഷേ എനിക്ക് ലിപ് കിറ്റ് വാങ്ങണം എന്നുണ്ടായിരുന്നു. ലിപ് കിറ്റ് ആയിരുന്നു അവരുടെ ഏറ്റവും വൈറൽ പ്രൊഡക്റ്റ്. പക്ഷേ ലിപ് കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഹാപ്പി ആയില്ല റേഞ്ച് വെച്ചിട്ട്. ബിക്കോസ് അത് ശരിക്കും വൈറ്റ്സ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഷെയ്ഡ്സ് ആണ്. ആ ഷെയ്ഡ് ഇപ്പോൾ ന്യൂഡ് ഷെയ്ഡ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വാഷ് ഔട്ട് ആയി പോകും. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഐ തോട്ട് ലൈക്ക് മസ്കാരയാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ്. ലിപ്സ്റ്റിക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കൈലാഷ് മസ്കാര വാങ്ങിച്ചു. 2400 രൂപ കൊടുത്ത് വാങ്ങിച്ച ബുൾഷിറ്റ് മസ്കാരയാണത്. പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 100 രൂപയുടെ മസ്കാരയുടെ പോലും വേർത്തില്ലാത്ത ഒരു വേസ്റ്റ് മസ്കാരയാണത്. നമ്മളുടെ പാനോരാമ മസ്കാര, മേബിലിൻ്റെ പല മസ്കാരാസും അമേസിങ് എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും വലിയ ഇന്റർനാഷണൽ ലക്ഷറി ബ്രാൻഡായിട്ടുള്ള കൈലി കോസ്മെറ്റിക്സ്, വാട്ട് ആർ യു ഗൈസ് ഡൂയിങ്? നമ്മളുടെ കാശ് വാങ്ങിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ജസ്റ്റിസ് ആണെന്ന് തോന്നില്ല. നമുക്ക് ഇത്രയും എമൗണ്ട് ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ അല്ല, 2500 റുപ്പീസ് കൊടുത്തിട്ട് ഒരു ലെങ്തനിങ്ങും ഇല്ല, ഒരു വോളിമിനൈസിങ് ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പിസ്റ്റ് ഓഫ് ആയി പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അങ്ങനെ എനിക്ക് സങ്കടം വന്ന റിഗ്രറ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഡോണ്ട് ബൈ. ഓക്കെ, മൂവിങ് ഓൺ.
വേറെ പ്രൊഡക്റ്റ് വന്നിട്ട് അതുപോലെ തന്നെ ഹുഡ ബ്യൂട്ടീൻ്റെ ന്യൂഡ് പാലറ്റ്. ഇത് എനിക്ക് ഒരു സമാധാനമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പർച്ചേസ് ചെയ്തതല്ല, എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി വാങ്ങിച്ചു, പുള്ളിക്കാരത്തി ട്രൈ ചെയ്തു, വർക്ക് ആയില്ല. സോ എനിക്ക് തന്നു, എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരമാവട്ടെ എന്ന്. ശരിക്കും എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വൈറ്റ്സിൻ്റെ കളേഴ്സാണ് കേട്ടോ. ഇത് ആൻഡ് ഓൾസോ കൈൻഡ് ഓഫ് ഇത് ഒന്നും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ അത് വർക്ക് ആവില്ല. ഇത് മാത്രമേ നമുക്ക് വർക്ക് ആക്കാൻ പറ്റുള്ളൂ. ബട്ട് ഷിമ്മേഴ്സ് ആർ ഗുഡ്. ഷിമ്മേഴ്സ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഈ 5 മാറ്റ് ഉള്ളതിൻ്റെ അകത്ത് 4 മാറ്റ് നമുക്ക് വർക്ക് ആവില്ലെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അർത്ഥം തന്നെ പോയില്ലേ എന്നാണ് ഞാൻ തോന്നുന്നത്. അപ്പം ഇത് വാങ്ങാൻ ഞാൻ അധികം പറയത്തില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നെക്സ്റ്റ് അതുപോലെ തന്നെ പേർപ്പിളിൻ്റെ ഒരു റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാസ്ലിംഗ് ഗ്ലേസ് കോണ്ടോർ പാലറ്റ്. ഇറ്റ്സ് എ ഡ്യൂപ്പ് ഓഫ് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ കോണ്ടോർ ഡിഫേഴ്സ് പാലറ്റ്. പക്ഷേ അട്ടർ വേസ്റ്റ്. 799 600 റുപ്പീസും ഉണ്ട് ഇതിന്. പ്രോബ്ലം ഇസ് കോണ്ടോർ ഇസ് ടു ലൈറ്റ്. ഇതെന്താണത്? ഇത് കോമ്പാക്റ്റ് ആണ്, ഇത് കോണ്ടോർ അല്ല. ഓക്കെ കണ്ടാ. ഇപ്പം എൻ്റെ സ്കിന്നിൽ ഇത് മീൻസ് ഒരു 1 or 2 ഷെയ്ഡ് ഡാർക്ക് ഉള്ളൂ. ഈവൻ ബ്ലെൻഡ് ചെയ്താലും അതെൻ്റെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ കോണ്ടോർ ഷെയ്ഡ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വെരി കോമ്പാക്ട്. അതിൻ്റെ ഭയങ്കര എനിക്ക് ഫിനിഷ് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ഒരു മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഓൾസോ ബ്ലഷ് കണ്ടാം, ബ്ലഷും ഭയങ്കര പൗഡറി ആൻഡ് ഓൾസോ വെരി ലൈറ്റ് ആണ്. ഇത് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മേ ബി വർക്ക് ആവും എന്നല്ലാണ്ട് മീഡിയം ടു ഡീപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഇത് വർക്ക് ആവില്ല. ഹൈലൈറ്റർ ഇസ് ഓക്കെ. ഈ ഹൈലൈറ്ററിന് വേണ്ടി നമുക്കിത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല എന്ന്. അപ്പോൾ ഇത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ദർ ഇസ് അനദർ വൺ ഫ്രം കഫ്സ് ആൻഡ് ലാഷസ്. ഞാൻ നേരത്തെ ക്യാപ്സ്യൂൾ ഫൗണ്ടേഷൻ പറഞ്ഞത്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഹൈ കവറേജ് വൺ, ബട്ട് ഡ്രൈ ഔട്ട് ആയിപ്പോയി മക്കളെ. ഇത് കണ്ടാ, ഡ്രൈ ആണ് ഈ സാധനം, ഡ്രൈ ആയിപ്പോയി. ഇങ്ങനെ എനിക്ക് ഡ്രൈ ആയി പോണ പ്രൊഡക്ട്സ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ബിക്കോസ് നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ മറ്റേ ആ ലിക്വിഡും വെച്ചിട്ട് നമ്മൾ ഇത് കുറയ്ക്കാനുള്ള സമയമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് ലൈറ്റൻ ചെയ്യാനുള്ള ആ സമയമൊന്നുമില്ല. സോ പാക്കേജും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ ഇത് ഡ്രൈ ആയിപ്പോയി. സോ ഐ ഡോണ്ട് റെക്കമെൻഡ്. അങ്ങനത്തെ പ്രൊഡക്ട്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഡ്രൈ ആയി പോണ വേറൊരു പ്രൊഡക്റ്റിൻ്റെ ഉസ്താദാണ് ഈ ഒരു എൻവൈബൻ്റെ സ്റ്റാമ്പ് ഗ്ലോ ബ്ലഷ്. ആക്ച്വലി ഈ പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്ലഷിൻ്റെ പെർഫോമൻസ് സോ ഗുഡ്. പാക്കേജിങ് നമ്മുടെ കാജ ബ്യൂട്ടീൻ്റെ അതേ പാക്കേജിങ് ആണ്. സ്റ്റാമ്പ് വന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റാമ്പ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൊറിയൻ ഫിനിഷിൽ നമ്മളിങ്ങനെ സ്റ്റാമ്പ് ഒട്ടിക്കുന്നു. പക്ഷേ സ്റ്റാമ്പിൻ്റെ പ്രൊഡക്റ്റ് ഇല്ല. ഇത് ഡ്രൈ ആയിപ്പോയി. ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഫിനിഷ് നല്ല രസമാണ്, നമ്മൾ ബ്ലഷ് ലൈറ്റർ പോലത്തെ ഫിനിഷാണ്. ആൻഡ് നല്ല ഭംഗിയാണ്. ആൻഡ് ഓൾസോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് കൂടിയാണല്ലോ. പക്ഷേ ഇതൊരു 1-2 വീക്സിനുള്ളിൽ ഇത് ഡ്രൈ ആയിപ്പോയി. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും വർക്കാക്കാൻ എടുക്കണമല്ലോ. അപ്പോൾ ഈ സ്പഞ്ച് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ വേറെ ക്രീം ബ്ലഷസ് ഇതിൻ്റെ അകത്ത് ഇട്ട് നോക്കി, എന്നിട്ട് ഇത് വർക്കായില്ല. സോ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഇസ് വെരി കച്ചറ. പെട്ടെന്ന് ക്വാളിറ്റിയും പെട്ടെന്ന് വലിഞ്ഞു പോകുന്നുണ്ട്, ഡ്രൈ ആയി പോകുന്നുണ്ട്. സോ ഐ ഡോണ്ട് റെക്കമെൻഡ്. ഇനി 2 പ്രൊഡക്റ്റ് വന്നിട്ട് സുഡിയോൻ്റെ 2 അല്ല, ഐ തിങ്ക് 3 പ്രൊഡക്റ്റ്സ് ഉണ്ട്. അതിൻ്റെ അത് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് വൺ, ഒന്ന് ഹൈലൈറ്റർ, ഒന്ന് ബ്ലഷ്. ബ്ലഷ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, ഹൈലൈറ്റർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പെട്ടെന്ന് വാനിഷ് ആയി പോകും, അതാണ് പ്രശ്നം. വെരി അഫോർഡബിൾ, 199 റുപ്പീസ് 299 റുപ്പീസ് എന്നാണ് ഉള്ളൂ. ക്രീം ബ്ലഷസ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. ഈവൻ ഹൈലൈറ്റേഴ്സും ആ ചെറിയ ഒരു ഷിമ്മർ, ഒരു ഹൈലൈറ്റർ പോലത്തെ കൂടുതൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 2 hours കഴിയുമ്പോൾ ഇവനൊക്കെ എവിടെ പോയി എന്നുള്ളത് നമുക്കറിയില്ല. എനിക്കൊണ്ട് നമ്മൾ ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിൽ ഈ സാധനം ഇട്ടിട്ട് 2 മണിക്കൂറും കഴിഞ്ഞ് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഇത് പോയിട്ടുണ്ടാവും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ലോഞ്ചിവിറ്റി ഇല്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വാങ്ങണ്ട. പെട്ടെന്ന് ഞാനിത് ഒറ്റ റിവ്യൂ ആയിട്ട് ഇട്ടതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടെന്നത്. ഞാൻ ട്രൈ ചെയ്യണ വീഡിയോൻ്റെ അകത്ത് ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ഞാനിങ്ങനെ പലതവണ പുറത്തിട്ട് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ വാങ്ങല്ലേ ഈ സാധനം, സുഡിയോൻ്റെ ലിപ് ട്രിപ്പ്. ചുണ്ട് കറുത്തു പോകും. അപ്പം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും, ചേച്ചി ഇത് ഇടരുത്, ചുണ്ട് കറുത്തു പോകും. ഞാൻ ട്രൈ ചെയ്തു, ശരിയാണ്, ഇത് ഇട്ട് ലിപ്പ് കറക്കുന്നുണ്ട്. ഇതാണ് ചില പ്രൊഡക്ട്സിന് എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. വേറെ പ്രൊഡക്റ്റ് ഇസ് ഫ്രം സണ്ണി ചേച്ചിയുടെ ബ്രാൻഡ്. ഓക്കെ, സ്റ്റാർ സ്ട്രക്ക് ബൈ സണ്ണി ലിയോണിൻ്റെ ബ്രാൻഡാണ്. അവരുടെ ഐ തിങ്ക് അവരുടെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുക്കാൻ മറന്നുപോയി. ലിക്വിഡ് ലിപ്സ്റ്റിക് ആൻഡ് ഓൾസോ കോൺടോർ. ലിക്വിഡ് ലിപ്സ്റ്റിക് ഇസ് ഗുഡ് കേട്ടോ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പക്ഷേ കോൺടോർ ഇസ് നോട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ട കോൺടോർ ഷെയ്ഡ് കാണുന്നില്ല, കണ്ടോ? അതൊരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മീഡിയം സ്കിൻ ടോണുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോണ്ടോർ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ല സ്കിന്നിൽ, നമ്മുടെ സ്കിന്നായിട്ട് ബ്ലെൻഡ് ആയി പോകും, മനസ്സിലായോ? അപ്പോൾ ഇതൊരു കോണ്ടോർ ഷെയ്ഡ് അല്ല, ഇതൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടോർ ഷെയ്ഡ് അല്ല, നമുക്ക് പോരാ. ഇത് മേ ബി നല്ല ഫെയർ ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് വേണമെങ്കിൽ, വളരെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം എന്നല്ലാണ്ട്. എന്നാൽ ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഡീപ്പ്.
ഇതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് ഡീപ്പ് എന്ന് പേരും ഏറ്റവും ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള കളറും കൊണ്ട് എനിക്കൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല അല്ലേ. അപ്പോൾ ഇത് എനിക്കൊരു റിഗ്രറ്റ് ആയിപ്പോയി. ഞാനിത് ലുലു, നമ്മുടെ നാട്ടിലെ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ലാസ്റ്റ് 2 ലിപ് പ്രോഡക്ട്സ് ഉണ്ട്. അതിൻ്റെ ഒരെണ്ണം ലിപ്പ് ഓയിലാണ്. ആക്ച്വലി എനിക്ക് ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. LA ഗേളിൻ്റെ ബ്രാൻഡ് ഞാൻ പണ്ട് നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻസ് ആർ സോ ഗുഡ്, കോമ്പാക്ട്സ് ആർ സോ ഗുഡ്, ലിപ്സ്റ്റിക്സ് ആർ സോ ഗുഡ്, ഐ ഷാഡോ പാലറ്റ് എല്ലാം അമേസിംഗ് ആണ്. റീസെൻ്റ്ലി ട്രൈ ചെയ്തതാണ് ലിപ്പ് ഓയിൽ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് അങ്ങനെ ബ്ലീഡ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. ലിപ്പ് ഓയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ എൻ്റെ കയ്യിൽ വേറെ ലിപ്പ് ഓയിൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ബ്ലൂ ഹെവൻ പോലത്തെ ബ്രാൻഡിൻ്റെ വളരെ അഫോർഡബിൾ 250 റുപ്പീസ്, 299, 199 ഒക്കെ ലിപ്പ് ഓയിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് ഒറ്റ ലിപ്പ് ഓയിലും ബ്ലീഡ് ചെയ്ത് ഇറങ്ങിയിട്ടില്ല. ഈ സാധനം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറ്റേ നമ്മൾ ചോര കുടിച്ച രക്ഷണ മാതിരി ഈ ഡാർക്ക് കളേഴ്സ് എന്ത് കളറാണോ ഇങ്ങോട്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കനോട്ട് ബി എൻകറേജ്ഡ്. പക്ഷേ പാക്കേജിങ് ഭയങ്കര ഭംഗിയാണ്. എന്തൊരു രസമുള്ള പാക്കേജിങ് എന്നറിയാം. നല്ല രസം കാണാൻ. എനിക്കൊണ്ട് നല്ല മണം, നല്ല മറ്റേ വനീലേൻ്റെ മണം ഉണ്ട് കേട്ടോ. പക്ഷേ പെർഫോമൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ ഊർന്നിറങ്ങി തുടങ്ങി എന്ത് ചെയ്യും. ആൻഡ് ലാസ്റ്റ് റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ആർട്ടിസ്റ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ക്യാരക്ടർ മേക്കപ്പ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, ഷെയ്ഡ് നമ്പർ PIL019. പാച്ചി അല്ല, ഡ്രൈ എന്ന് പറഞ്ഞാൽ അറ്റൻ ഡ്രൈ ആണ് കേട്ടോ. നമ്മളുടെ ചുണ്ടൊക്കെ വലിഞ്ഞ് ഉണങ്ങും, അത്രയും ഡ്രൈ ആണ്. സോ അയ്യോ, നമ്മൾ ഇപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഡ്യൂയി ക്രീമി അല്ലെങ്കിൽ ഗ്ലോസ് ലിപ്സ്റ്റിക്സിലേക്കൊക്കെ സമയത്ത് ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ടു ഡ്രൈ ആണ് ലിക്വിഡ് ലിപ്സ്റ്റിക്. പക്ഷേ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് PR വന്നത്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തോട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു ലിപ് പ്രൊഡക്റ്റോടെ നമ്മളുടെ റിഗ്രറ്റ്സ്, അതായത് പ്രൊഡക്റ്റ് റിഗ്രറ്റ് ബൈയിങ് അല്ലെങ്കിൽ കിട്ടിയിട്ട് PR വന്നിട്ടും റിഗ്രറ്റ് അടിച്ച കുറച്ച് പ്രൊഡക്ട്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ തീർക്കാണ്. ആൻഡ് ഓൾസോ ഈ വീഡിയോ കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇഷ്ടമായോ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ്, ടോക്കിംഗ് വീഡിയോസ്, പ്രൊഡക്റ്റ് റിവ്യൂസ്, നമ്മുടെ ഓൾഡ് സ്കൂൾ വീഡിയോസ് ഇപ്പോഴും കാണാൻ താല്പര്യമുള്ള ആൾക്കാർ പ്ലീസ് കമൻറ്റ് ബിലോ, വിൽ മേക്ക് മോർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കാശ് സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിഗ്രറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ലിങ്ക് ചെയ്യാൻ ഇടുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ടാ. ആൻഡ് അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൈൻഡ് ഓഫ് വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അതും ഡ്രോപ്പ് ചെയ്യുക, ഞാൻ ഇന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ see you on my next video. Bye bye, take care.